ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു സിമ്പിൾ ഡെസേർട്ട് റെസിപ്പിയാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 പഴം, അപ്പോൾ നമുക്കിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം പഴുക്കാത്ത പഴം വേണം കേട്ടോ എടുക്കാൻ. ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ കൂടുതൽ പഴുപ്പില്ലാത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴം മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. നല്ല ഓവറായിട്ട് വഴണ്ട് വരുമൊന്നും വേണ്ട. ആ നെയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സോട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അധികം പഴുപ്പില്ലാത്ത പഴം എടുക്കുമ്പോഴേ നമുക്കിങ്ങനെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗീയിൽ സോട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ 2 സൈഡും ഓവർ കുക്കാവാതെ ആ ഗീയിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതിപ്പോൾ ഒരു ശർക്കരയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അളവിൽ ശർക്കര ചേർക്കുമ്പോൾ ഒരു മീഡിയം അളവിലാണ് മധുരം ഉണ്ടാവുക. മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരച്ച് മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ ശർക്കര ഒന്ന് മെൽറ്റാവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഒക്കെ നന്നായി ഉരുകി പഴത്തിൽ കോട്ടായി കിട്ടണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ ശർക്കര ഒക്കെ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ആഡ് ചെയ്യാറ്. അങ്ങനെ ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പഴവും ശർക്കരയുടെയും കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഇതിപ്പോൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ഇതിലേക്ക് നന്നായി കോട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു. ഇത്ര സ്റ്റെപ്പുള്ളൂ നമ്മുടെ ഈ ഡെസേർട്ടിന്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഓവർ ടൈം എടുക്കുന്ന പ്രോസസ്സൊന്നുമല്ല, സിമ്പിൾ ഡെസേർട്ടാണ്. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഏലക്ക പൊടിച്ചതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചതില്ലാത്ത കാരണം ഞാൻ 2 ഏലക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ 2 പാക്ക് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയത് സ്ട്രോബെറി ആണ് കേട്ടോ. വാനില ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. വാനില ഫ്ലേവർ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണം ഇത് കഴിക്കാനായിട്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെ കഴിക്കാനാണല്ലോ. അപ്പോൾ അത് ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഐസ്ക്രീമിൻ്റെ മുകളിൽ നിന്ന് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഐസ്ക്രീമും പഴത്തിൻ്റെ കൂട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയല്ല, അടിപൊളി ഐറ്റമാണ്.
അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.